വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയാണ്. ആൾക്കാർ ഒരു പേഴ്സണൽ സ്പേസ് ആണ് വീടെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആർ കംഫർട്ട് സോൺ. അപ്പോൾ ആ വീട് ഏറ്റവും നല്ലതായിരിക്കണം, കുറേ കാലം വീട് നിൽക്കണം. അപ്പോൾ ആ ഒരു ചിന്തയോടു കൂടിയാണ് ആൾക്കാർ വീടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വീടെന്ന ഒരു സ്വപ്നത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ ഒരാളെ ജീവിതത്തിലെ സ്വപ്നത്തിന്റെ ഒരു ഭാഗം കെൻസയ്ക്കാവുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ അസ്. ഒരു വ്യവസായികളെ സ്ഥലമാണ് കല്ലായി എന്ന് പറയുന്നത്. ആ ഒരു പട്ടണത്തിലെ വ്യവസായത്തിനോട് ഇഷ്ടമുള്ള 2 പേര് തുടങ്ങിയതാണ് ഞങ്ങൾ ഈ കാണുന്ന കെൻസ എന്ന് പറയുന്നത്. തുടക്ക കാലങ്ങളിൽ ഞാൻ ആദ്യം കണ്ടത് 2 പേരും ഒരു വെസ്പ സ്കൂട്ടറിലായിരുന്നു. ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും ഒരാവശ്യത്തിന് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഉപ്പ ഓടിക്കും, ബാക്കിൽ മുജിയൊക്കെ ഇരിക്കും. ഇങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും പാടെ വേറൊരു പുറത്തൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തായിരുന്നു. അവിടെ നിന്നുള്ള കണക്ഷൻസിൽ കൂടിയാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നത്, നമ്മൾ 2 പേരും. അപ്പോൾ നമ്മളവിടെ ഫ്രണ്ട്സായി. അവർക്കും തന്നെ നമുക്ക് പോയിട്ട് സ്വന്തമായി തുടങ്ങാനുള്ള ഒരു തീരുമാനമായി. ഒരു LML വെസ്പ വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ വെസ്പ ആയിരുന്നല്ലോ 91 കാലഘട്ടങ്ങളിലൊക്കെ. കളക്ഷന് പോലും നമ്മൾ ബിസിനസ്സിൽ പല കടകളിൽ പോലും അതിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒറ്റ വണ്ടിയായിരുന്നു. പല ട്രേഡിങ്ങുകളും ചെയ്തു അതിൻ്റെ ശേഷം നമ്മൾ മെൽറ്റിംഗ് പ്ലാന്റുകളും റോളിംഗ് മില്ലുകളും ഡീസൽ എടുത്തിട്ട് നമ്മൾ അതിൽ കൂടി പ്രൊഡക്ഷൻ എടുത്തിട്ട് പിന്നെയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു മെൽറ്റിംഗ് പ്ലാന്റും റോളിംഗ് മില്ലിലേക്ക് വന്നത്. നമ്മൾ പേരനിട്ട് BM ആണ്. BM സ്റ്റീൽ ഏജൻസീസാണ്. BM പറഞ്ഞാൽ ബാബു, മുജീബ്, ഈ 2 ആണ് ഇതിൻ്റെ ഉള്ളടക്കം. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. ഇവിടുന്ന് ലോറിയിൽ കയറിയിട്ട് ഉപ്പയും മുജീബിക്കയും ബാംഗ്ലൂർ പോയി മെറ്റീരിയൽ എടുത്തിട്ട് അതേ ലോറിയിൽ തിരിച്ചു വരും. എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ കല്ലായിൽ യാർഡിൽ വെച്ചിട്ട് സെയിൽ ചെയ്യും. സോ ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? വി ആസ് ദി സെക്കൻഡ് ജനറേഷൻ ഹാവ് ടു ലേൺ എ ലോട്ട് ഫ്രം ദം. നമ്മൾ ഈ 2 കൂട്ടം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആണ് ഞങ്ങളുടെ വിജയം. ഞാൻ ജനിച്ച് വളർന്നത് ആ തറവാട്ടിൽ തന്നെയാണ്, പാലക്കണ്ടി തറവാട്ടിൽ തന്നെയാണ്. 150 വർഷത്തിലേറെ പഴക്കമുള്ള തറവാടാണ്. അപ്പം ഇന്ന് ആ തറവാടാണ് കെൻസയുടെ കോർപ്പറേറ്റ് ഓഫീസായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം അതിലെ ഓരോ റൂമുകളാണ് ഇന്ന് അതേ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞങ്ങളുടെ HR ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിച്ച ഓഫീസായിട്ട് ഇന്നും ആ തറവാട് അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മോർ ഓഫ് എൻ ഇമോഷൻ. ഉപ്പ എപ്പോഴും പറയും, ഞങ്ങൾ എന്ത് വലിയ ബിൽഡിംഗ് ആക്കിയാലും അല്ലെങ്കിൽ വലിയൊരു ഓഫീസിലേക്ക് വരലും ഐ വിൽ ബി ഹിയർ. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മാനുഫാക്ചറിങ് പ്ലാന്റുകളുള്ള ഒരു ഗ്രൂപ്പാണ് കെൻസ ഗ്രൂപ്പ്. അതിൽ 2 മെൽറ്റിംഗ് യൂണിറ്റ്സും 2 റോളിംഗ് യൂണിറ്റ്സുമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മളെ മാനുഫാക്ചറിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. BIS ടോംസ് പ്രകാരമുള്ള ഹൈ ക്വാളിറ്റി സ്പോഞ്ച് അയൺ ആയാലും HMS ആയാലും ഈ ഒരു മെറ്റീരിയൽ ഫർണസിൽ ആദ്യം മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ ഓരോ 1 ഹവറിലും ആവശ്യമായ രീതിയിലുള്ള കെമിക്കൽ ടെസ്റ്റുകൾ ചെയ്ത് ഇത് നമ്മൾ ടാപ്പിംഗ് എന്ന പ്രോസസ്സിലേക്ക് പോകും. ഇത് ലാഡിലേക്ക് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം നൈട്രജൻ പേർജിങ്ങിലൂടെ ഇംപ്യൂരിറ്റീസും ഇനേർട്ട് ഗ്യാസസും റിലീസ് ചെയ്യപ്പെടും.
ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയുള്ള കോൺകാസ്റ്റ് ഇന്ത്യയുടെ കണ്ടിന്യൂസ് കാസ്റ്റർ മെഷീനിലൂടെ ബില്ലറ്റ് കാസ്റ്റ് ചെയ്തെടുക്കും. ഈ ഒരു ബില്ലറ്റ് കൃത്യമായ രീതിയിലുള്ള കെമിക്കൽ കോമ്പോസ്റ്റിലൂടെ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ ബില്ലറ്റ് റീഹീറ്റിംഗ് ഫർണസിലേക്ക് പോകും. റോളിംഗ് മില്ലിൽ 1200 ഡിഗ്രിയിൽ ആദ്യം റീഹീറ്റ് ചെയ്തതിന് ശേഷം ഇത് കണ്ടിന്യൂസ് സ്റ്റാൻഡിലൂടെ കടന്നുപോയി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള തെർമക്സ് ജർമ്മൻ ടെക്നോളജി കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള TMT ബോക്സിലൂടെ കടന്നുപോകും. തെർമക്സ് ജർമ്മൻ ടെക്നോളജിയിൽ നമ്മളിത് നടക്കുന്നത് ക്വെഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറുള്ള ഈ ഒരു മെറ്റീരിയൽ ഒരു സഡൻ ഡ്രോപ്പ് 1000 ഡിഗ്രിയോളം ഡ്രോപ്പ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വരുത്തുന്നുണ്ട്. ഇതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ ഇറക്കുന്ന FE 550D അല്ലെങ്കിൽ 600D അല്ലെങ്കിൽ 600 പോലുള്ള കേരളത്തിന് ആവശ്യമായുള്ള രീതിയിലുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അതിലേക്ക് ഇൻക്ലൂഷൻ ചെയ്യും. ഇതിന് ശേഷം ഈ മെറ്റീരിയൽ ട്വിൻ ചാനലിലൂടെ ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡിലേക്ക് പോയി ആ ഓട്ടോമേറ്റഡ് കൂളിംഗ് ബെഡിൽ നിന്ന് നമ്മളെ QC ടീം കൃത്യമായ രീതിയിൽ നമ്മൾ ക്വാളിറ്റി ചെക്ക് നടത്തി അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എലോങ്ങേഷനും സ്ട്രെങ്ത്തും ടെൻസൈലും ചെക്ക് ചെയ്തതിൻ്റെ ശേഷം സ്പെക്ട്രോമീറ്ററിലൂടെ അതിൻ്റെ BIS നോംസ് പ്രകാരമുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സ്റ്റോക്ക് യാർഡിലേക്ക് പോകുന്നത്. So there is a big team working on this. ഓരോ ദിവസത്തെ മാനുഫാക്ചറിങ്ങിൽ ഓരോ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തി ക്വാളിറ്റിയിലെ എല്ലാ സെഗ്മെൻറ്റും ഓരോ ലോഡിലും ഓരോ സ്റ്റീൽ ബാറിൻ്റെ മേലെയും വി യൂസ് ടു പ്രിൻ്റ് QR കോഡ് അത് കസ്റ്റമറിന് സ്കാൻ ചെയ്തിട്ട് ദേ കുഡ് ആക്സസ് ദി ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് ഫോർ ദിസ്. സോ കെൻസ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ ദി ക്വാളിറ്റി സൈഡ്. അതാണ് ഇന്ന് കെൻസ എന്ന ബ്രാൻഡിന് ഈ ഒരു സ്വീകാര്യത കിട്ടിയതും അതുപോലെ തന്നെ കേരളത്തിലെ മുൻനിര ബ്രാൻഡുകളിൽ ഒന്നാവാൻ സാധിച്ചതും ആ ഒരു ക്വാളിറ്റി എന്നുള്ളൊരു ഫോക്കസ് കൊണ്ടായിരുന്നു. ആസ് വി നോ there are different terrains in Kerala. അപ്പോൾ നമുക്കറിയാം ഇവിടെ മലയോര പ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ കടൽ തീരങ്ങൾ, മെട്രോ സിറ്റീസ്, കായൽ തീരങ്ങൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടെറൈൻസ് ഉള്ളൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ കടൽ തീരത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തിന് അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉള്ള മെറ്റീരിയൽ, അതായത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയ ഒരു മെറ്റീരിയൽ, അതുപോലെ തന്നെ നമ്മൾ കായൽ തീരത്ത് എടുത്ത് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു മലയോര പ്രദേശത്ത് എടുത്ത് നോക്കുകയാണെങ്കിലും കരുത്തിന് അല്ലെങ്കിൽ സ്ട്രെങ്ത്, ഈൽഡ് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയൽ. We know what is Kerala. That's why we manufacture the best product for Kerala. വീട് വെറുമൊരു കെട്ടിടമല്ല, ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമാണ്. നമ്മുടെ സ്വപ്നങ്ങളുടെ, ഇഷ്ടങ്ങളുടെ, കാഴ്ചപ്പാടുകളുടെ ഒക്കെ ആകെത്തുകയാണ് നമ്മുടെ വീട്. അതൊരു ആയുഷ്കാലത്തേക്കുള്ള സമ്പാദ്യം കൂടിയാണ്. അങ്ങനെ ഒരു സ്വപ്നം പടുത്തുയർത്തുമ്പോൾ വിശ്വസ്തതയുടെ ഒപ്പം ചേർത്ത് നിർത്താവുന്ന ഒരു പേരുണ്ട്, കെൻസ TMT സ്റ്റീൽ ബാർസ്. കെൻസ എന്ന ബ്രാൻഡ് അപ്സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനൊരു സ്ട്രെങ്ത് ഏറിയ മറ്റൊരു ബ്രാൻഡിന്റെ ആവശ്യം വന്ന്. That's how we landed in Mamuka. ഈ പുതിയതായി വരുന്ന എല്ലാത്തിനോടും താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്ക് കൂടുതൽ അറിയണം ഹൗ ദിസ് വർക്ക്സ്. ഞങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് he did that association. That shows the quality of Kenza. ട്രേഡിങ് ചെയ്യുന്ന സമയത്തൊന്ന് നമ്മൾ സൊസൈറ്റിയുമായുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. വളരെ വ്യാപകമായിട്ട് ആളുകൾ സൊസൈറ്റിയിലേക്ക് കടക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കമ്പനി വാദിയ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് വളരെ പാവപ്പെട്ട ആളുകൾ, വീടില്ലാത്ത ആളുകൾക്ക് വേറൊരു ഷെൽട്ടർ അവർക്ക് ലഭ്യമാവുന്നത് വരെ അവർക്ക് തങ്ങാനുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം, അതാണ് അങ്ങനെ ഈ വാദിയ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇതിന് തുടക്കം കുറിച്ചത് ക്രിയേറ്റീവ് എഡ്യൂസിറ്റിക്ക് നമ്മൾ രൂപം കൊടുത്തു.
ഒരു 7 ഏക്കറോളം സ്ഥലത്ത്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നല്ലൊരു ആംബിയൻസിലാണ് ക്രിയേറ്റീവ് പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു 600ഓളം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ എല്ലാ ഫെസിലിറ്റിയും നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കെൻസ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രാൻഡ് എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടുന്നതിനുപരി നാടിന്റെ വികസനത്തിന്റെ പങ്ക് വഹിക്കുന്ന ഒരു ബ്രാൻഡായി മാറുക എന്നുള്ളതാണ്. കേരളത്തിലെ മിക്ക ഗവൺമെന്റ് പ്രൊജക്ഷനും കെൻസക്ക് ഒരു ഭാഗമാകാൻ പറ്റിയെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് തിങ് ഫോർ അസ്. ഒരു പാലത്തിലൂടെ പോകുമ്പോൾ ആ പാലം നിർമ്മിച്ചത് കെൻസ ഉപയോഗിച്ചിട്ടാന്ന് പറയുമ്പോൾ വി ഹാവ് ദാറ്റ് പ്രൗഡ് ഫീലിംഗ് ഓഫ് ബീയിങ് ദി പാർട്ട് ഓഫ് ഡെവലപ്പിംഗ് കേരള. ഒരു ടീം വർക്കിന്റെ സക്സസ് ആണ് ഇന്ന് കെൻസയുടെ സക്സസ്. ഒരു 1000ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ 1000ഓളം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ 1000ഓളം കുടുംബങ്ങളാണ് കെൻസയുടെ കൂടെ ഉള്ളത്. കല്ലായിന്ന് തുടങ്ങി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറാൻ കെൻസയ്ക്ക് വളരെ ചുരുങ്ങിയ കാലയളവ് സാധിച്ചു. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുക. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റീൽ മാനുഫാക്ചേഴ്സിൽ ഒന്നായി മാറാം. അതാണ് കെൻസ വരും കാലത്ത് ടാർഗറ്റ് ചെയ്യുന്നത്. I know that is something big, but I have a very strong team with me and I know we will make it.